നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ഉടൻ നടപടി. തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്ന ഉടൻ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് മനസ്സിലാകൂ. സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേബിളിംഗ് ചെയ്യുന്നതിനായി വലിയ സാമ്പത്തിക ചിലവുണ്ട്. കൊണ്ടോട്ടിയിൽ ഷോക്കേറ്റ് മരിച്ചത് മരം ഇലക്ട്രിക് കമ്പിക്ക് മുകളിലൂടെ വീണതിനാലാണ്. ജനങ്ങൾ വിളിച്ചാൽ KSEB ഉദ്യോഗസ്ഥർ എത്താതിരിക്കില്ല. മറ്റു ജോലികൾ ചെയ്യുന്നതിനാലാകും ഉദ്യോഗസ്ഥർ വരാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ വളപ്പിലെ കെട്ടിടഭാഗങ്ങൾ തകർന്നു വീണു. പത്തനംതിട്ടയിൽ സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിടഭാഗങ്ങൾ തകർന്നു വീണു. പത്തനംതിട്ട കടമ്പനിട്ടയിലാണ് സംഭവം. കടമ്പനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടഭാഗങ്ങളാണ് തകർന്നത്. 2 വർഷം ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. വിഷപ്പാമ്പുകളുമായി കുട്ടികളുടെ കളി. മൂർഖൻ പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് കുപ്പിയിലടച്ചു. വിഷപ്പാമ്പുമായി കളിച്ച കുട്ടികൾ കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ ഇരട്ടി കുന്നോത്താണ് സംഭവം. മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ കൈകൊണ്ട് പിടിച്ച് കുപ്പിയിലാക്കിയ 10 വയസ്സിൽ താഴെ പ്രായമുള്ള 6 കുട്ടികളാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കുട്ടി മാതാവിന് പാമ്പിന്റെ ചിത്രം അയച്ചു കൊടുത്തത് നിർണായകമായി. കുട്ടികൾ ഒരാളുടെ മാതാവ് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ കൊണ്ടുപോയി. കളിച്ച കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ. മുറ്റത്തിനടുത്ത കൂടി പാമ്പും കുഞ്ഞ് ഇഴഞ്ഞു പോകുന്ന കണ്ടു. കുട്ടികൾ അത് പാമ്പാണെന്ന് മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി അടയ്ക്കുകയായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. സ്വകാര്യ ആശുപത്രിയെ കുടുംബം ആശ്രയിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശി സുരേഷിന്റെ മകൾ അശ്വതിയാണ് മരിച്ചത്. കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രക്ഷിതാക്കൾ അശ്വതിയെ കൊണ്ടുപോയത്. പക്ഷേ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ഒരു പരിഗണനയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ആരോഗ്യനില വളരെ മോശമായിട്ടും ഗൗരവത്തോടെ ഡോക്ടർമാർ പരിഗണിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. മിഥുന്റെ കുടുംബത്തിലെത്തി ആശ്വസിപ്പിച്ച മന്ത്രി ചിഞ്ചുറാണി. തേവലക്കര സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി ചിഞ്ചുറാണി. രാവിലെയാണ് മന്ത്രി മിഥുന്റെ വീട്ടിലെത്തിയത്. തുടർന്ന് മിഥുന്റെ അമ്മൂമ്മ അടക്കമുള്ളവരെ ആശ്വസിപ്പിച്ചു. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ താനും പങ്കുചേരുകയാണ്. മിഥുന്റെ അമ്മ വിദേശത്താണ്. നാളെ എത്തുമെന്നാണ് അറിയുന്നത്. മിഥുന്റെ കുടുംബത്തിന് സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു. ആ പ്രസ്താവന തെറ്റായി പോയി, ഒഴിവാക്കാമായിരുന്നുവെന്നും ചിഞ്ചുറാണി പറഞ്ഞു.